മോളെ ഞാൻ ഇപ്പൊ പോവാ. നീ ക്ലാസ്സിലേക്ക് പോയിക്കോ. മോനും പോയിക്കോ. ബൈ കവിൻ. അമ്മേ, മുത്തശ്ശി ഇവിടെ ആക്കിയിട്ട് പോവാണോ? ആണല്ലോ. എവിടെയുള്ളത്? കവിന്റെ അച്ഛനോട് തനിച്ചെന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. എവിടെയാന്നറിയില്ല. ശരി, മുത്തശ്ശി വന്ന് പറഞ്ഞേക്ക്. ഞാൻ പോവാ. ഓക്കെ. അമ്മേ, അമ്മയ്ക്ക് ഒന്ന് കവിന്റെ അച്ഛനെ കണ്ട് സംസാരിച്ചിട്ട് പോയാ പോരെ? എനിക്ക് ഇന്നലെ സൈക്കിള് സമ്മാനമായിട്ട് വാങ്ങി തന്നല്ലേ, അതുകൊണ്ട് അമ്മയും ഒന്ന് കണ്ട് താങ്ക്സ് പറയണ്ടേ? എന്താമ്മേ, നിങ്ങളുടെ മകനെങ്കിലും നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലുണ്ടാവുമോ? അതാ മോനെ ഞാൻ ആലോചിക്കുന്നത്. അവനും അത് മറന്നേ. മോനെ, ഞാനത് ഓർമ്മ വന്ന ഉടനെ തന്നെ മോനെ വിളിച്ച് പറയാം. ശരി, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. ശരി, അമ്മ പോയി അദ്ദേഹത്തോട് താങ്ക്സ് പറഞ്ഞേക്കാം. ബൈ അമ്മേ. അയ്യോ, വിജി ഇങ്ങോട്ട് വരുന്നു, ഇവൻ അങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന ഭഗവാനെ? മോനെ മോനെ ഒന്ന് നിക്ക് മോനെ. എന്താ പറയാമ്മേ? അതല്ല മോനെ, വേറൊരു കാര്യം. അല്ല, ആ ടീച്ചർ മോനെ വിളിച്ചു തോന്നുന്നില്ല. എന്നെയാ ടീച്ചർ? ശരി, ഞാൻ പോയിട്ട് വരാം. എക്സ്ക്യൂസ് മീ ടീച്ചർ. ഹായ് സർ, സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ടീച്ചർ സുഖമാണോ? എനിക്ക് സുഖം തന്നെയാണ്. മോൻ ഇവിടെ നിന്ന് സംസാരിക്കട്ടെ. അവിടെ അതുവഴി അങ്ങ് പറഞ്ഞു വിടണം. എന്താ കാര്യം പറഞ്ഞോളൂ സർ. എന്താ കാര്യമൊന്നോ? അപ്പൊ ടീച്ചർ എന്നെ വിളിച്ചില്ലേ? ഇല്ലല്ലോ സർ. മോനെ മോനെ അവിടെ നിക്കണേ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഈ ടീച്ചർ എന്നെ വിളിച്ചിട്ടില്ലെന്നാ പറയുന്നേ. അയ്യോ, മോനെ വിളിച്ച പോലെ എനിക്ക് തോന്നി. അത് സാരമില്ല, കവിന്റെ ക്ലാസ് ടീച്ചർ അല്ലേ. നിങ്ങൾ സംസാരിച്ച് നിക്ക്, ഞാൻ ഇപ്പൊ വരാം. വിജി, അമ്മേ, നീ ഇനി പോയില്ലേ? സമയം എത്രയെന്ന് വിചാരിച്ച? അതല്ലമ്മേ, കവിന്റെ അച്ഛൻ അമ്മയോട് സംസാരിക്കുന്നെന്ന് നിലമോള് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് പോവാന്ന്. അത് ശരി. എവിടെയാ അദ്ദേഹം? എന്താ മോളെ ഇത്? നിനക്ക് വേണ്ടിയും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. നീ പോവാൻ നോക്ക്. അവരിപ്പോ അവിടെ കവിന്റെ ടീച്ചറിന്റെ അടുത്ത് കാര്യമായിട്ട് എന്തോ സംസാരിക്കാം. അല്ലമ്മേ, ഒരു തവണ അദ്ദേഹത്തെ കണ്ടിട്ട് ഞാൻ പോയേക്കാം. അയ്യോ, ഇവര് രണ്ടുപേരും തമ്മിൽ കാണാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. എന്റെ വിജി, ഞാൻ പറയണതൊന്ന് കേക്ക്. അവരവിടെ എന്തോ സീരിയസ് ആയിട്ടാ സംസാരിക്കുന്നത്. ഈ നേരത്തെ നീ അങ്ങോട്ട് പോയി വെറുതെ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. അവരെ ഇനിയും കാണാലോ, നീ വേഗം ചെല്ലാൻ നോക്ക്. ഓക്കെ. അമ്മയുടെ മോനിപ്പോ വിളിച്ചായിരുന്നു. എന്തിനാ? എവിടെയോ ട്രാഫിക് പോലീസിന്റെ അടുത്ത് കുടുങ്ങിപ്പോയെന്ന്. അയ്യോ, അതിന് പൈസ വേണമെന്ന് പറഞ്ഞു. ഞാൻ അത് കൊണ്ടേ കൊടുത്തിട്ട് അങ്ങനെ ജോലിക്ക് പോയേക്കാം. കൊള്ളാം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടാ നീ അയാളോട് പോയി താങ്ക്സ് പറയാൻ നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ. നീ വേഗം കടയിൽ പോവാൻ നോക്ക്. ശരി അമ്മ. ഒരു വിധത്തില് രണ്ടുപേരും തമ്മിൽ കാണാതെ പറഞ്ഞു വിടാൻ പറ്റി. എന്താ അമ്മേ, ചേച്ചിയോട് പറഞ്ഞു. എടാ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അവൾ ഇവിടുന്ന് പോയി. ഇനി നീ ചെയ്യേണ്ടത് അവളെ വേഗം വിളിച്ചിട്ട് ട്രാഫിക് പോലീസിന്റെ കയ്യും കാലും പിടിച്ച് രക്ഷപ്പെട്ടു, ചേച്ചി വേഗം കടയിൽ പൊക്കോളാൻ പറ. പാവല്ലടാ, അവള് ലേറ്റ് ആയിട്ട് എങ്ങാനും എത്തിയ ആ താടക അവളെ വെറുതെ വെച്ചേക്കില്ല. അതാടാ പറയുന്നേ. അമ്മേ, എന്തിനാ അമ്മ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നേ? അത് പോട്ടെ, ഇതിന്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ ആദ്യം വിജിക്ക് ഫോൺ ചെയ്തത് പറ. ശരി അമ്മേ. അമ്മ ഫോൺ വെക്ക്, ഞാൻ വിളിച്ചോളാം. ചക്കരേ, കവിനെ, ചക്കരമുത്ത്. അമ്മേ, എന്തോ പറയാൻ വന്നത് മറന്നുപോയിന്ന് പറഞ്ഞു. നിങ്ങളെ മകനോട് ഫോൺ ചെയ്ത് പറയാന്നല്ലേ പറഞ്ഞത്? അവനും മറന്നുപോയിന്നാ തോന്നുന്നത്.
വിളിക്കാതെ ടീച്ചറിനോട് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് എന്നോട് കുറച്ച് സംസാരിപ്പിച്ചു. നിങ്ങൾക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതങ്ങനെയല്ല മോനെ. മോനോടൊരു കാര്യം പറയണോന്ന് വിചാരിച്ചത് സത്യം തന്നെയാ. അത് മറന്നു എന്നുള്ളത് സത്യ.